വെൽക്കം ടു നൈനസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ്. അത് ഫ്ലവർ ബാസ്ക്കറ്റ് ഡിസൈനിലാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അതിന്റെ സ്പഞ്ചാണ് റെഡിയാക്കി എടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ എന്നുള്ളത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1 തവണ അരിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാറാണ് ചെയ്യുന്നത്. ചിലർ 3 തവണ അരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടണമെന്ന് മാത്രം. അപ്പൊ നമ്മളിവിടെ 1 തവണ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അരിക്കുന്ന വഴിയിൽ ഇതിന്റെ കട്ടയും പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. അതിനൊരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഒട്ടും തന്നെ വെള്ളമായി ഒന്നും കാണാൻ പാടില്ല. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. 3 നിങ്ങൾക്ക് 4 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വാനില എസൻസ് കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എഗ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കിനി പഞ്ചസാരയുടെ പൊടി, നമ്മൾ 1 കപ്പ് പഞ്ചസാര പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1-2 തവണയായിട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ബീറ്റ് ആക്കി എടുക്കാം. ബീറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഫസ്റ്റ് ഒരു 1 സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ 2nd സ്പീഡിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ഇതൊന്ന് സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാമെന്ന മിൽക്ക് എസൻസ് ആണ്. ഒരു 1/4 ടീസ്പൂണോളം എടുക്കുന്നില്ല, ഒരു 1/8 ടീസ്പൂണോളം ഒക്കെ എടുക്കുന്നുള്ളൂ. അത്രയും ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടർ എസൻസ് ആണ്. ഇത് നമ്മൾ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് എസൻസും ബട്ടർ എസൻസും ഓപ്ഷനിലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു കേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മളിത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തതിന് ശേഷം നല്ല ക്രീമി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ്സ് മാത്രമേ ഇത് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്കിംഗ് മോഡിൽ ഒരു 10 മിനിറ്റ്സ് ആണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു എഗ് മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാതെ ഇതുപോലെ 2-3 തവണയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കേക്കിന്റെ ബാറ്റർ ഒരിക്കലും നല്ല രീതിയിൽ, നല്ല സ്പീഡിൽ, അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് നല്ല കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ലൂസ് ആക്കാനായിട്ട് ഓവർ മിക്സ് ഒക്കെ ചെയ്തിട്ട് അത് ഇതാക്കി കളയരുത്. അത് കുറേശ്ശെ വീതം ഇട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ എടുത്തു വെച്ചിട്ട് നമ്മൾ പൊടി ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇടയ്ക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വളരെ സ്ലോയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്റർ എപ്പോഴും റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം. റിബൺ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ റിബൺ പോലെ വീഴണം. എന്നാലാണ് കറക്റ്റ് ആയിട്ടുള്ള റിബൺ കൺസിസ്റ്റൻസി നമ്മുടെ ബാറ്ററിന് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കേക്ക് ടിന്നിൽ നമ്മൾ ഓയിലും ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ റെഡ് കളർ ഉണ്ടായിരുന്നു, ഫുഡ് കളർ പറ്റിയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു സ്ക്വയർ കൊണ്ട് നന്നായിട്ട് എന്താണ് ഇതിനകത്തൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോയി കിട്ടും. ടാപ്പ് ചെയ്യുമ്പോഴും നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി പ്രീഹീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഓവനിലേക്ക് നമുക്ക് കേക്കിന്റെ ബാറ്ററി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് നമ്മൾ ഇതിന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ബേക്കിംഗ് മോഡിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ ടൈം ഒരു 40 മിനിറ്റ്സിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം സെറ്റ് ആണ്. ഇനി ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് എടുത്ത് ഒരു സ്ക്യൂർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. എടുക്കുന്ന സമയത്ത് കയ്യിൽ ടവലോ തുണിയോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് അതൊന്ന് നല്ലതായിട്ട് തണുത്ത് വരട്ടെ. അപ്പോഴത്തേനും കേക്കിന്റെ ക്രീമാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. നമ്മുടെ ഫിയോണയുടെ ക്രീമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫിയോണയുടെ ക്രീം ഞാനിവിടെ 1/4 കപ്പോളം എടുക്കുന്നുണ്ട്.
അപ്പൊ ഈ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഫിയോണയുടെ ക്രീമിൽ ചെറിയൊരു നമ്മൾ ബീറ്റ് ചെയ്ത് കുറച്ച് ടൈം കഴിയുമ്പോൾ അതിനൊരു പിരിവിരിപ്പൽ തോന്നുന്നുണ്ട്. അതായത് കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിലേക്ക് ഇതിന്റെ ഒരു ടെക്സ്ചർ മാറുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2-3 തവണ ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ക്രീമിനകത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ ക്രീം തന്നെ ആയിരുന്നു, വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഈ അടുത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രം ഒന്ന് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ താഴെ വീഴാതെ നല്ല സ്റ്റിഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ബീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിലുള്ള ബട്ടർ പേപ്പറും കൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് കളർ ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട്. നമ്മുടെ കേക്കിലും കൂടെ കുറച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പൊ ഇനി നമുക്ക് വേണ്ട ഇതൊന്ന് ലെയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ടേണിംഗ് ടേബിളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബ്രെഡ് നൈഫ് യൂസ് ചെയ്തിട്ട് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇത് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. ഇത് ഞാൻ ബ്രെഡ് നൈഫ് യൂസ് ചെയ്തിട്ടാണ്. ബ്രെഡ് നൈഫ് ഇല്ലാത്തവർക്ക് ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. നൈഫ് കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നൈസായിട്ട് പിടിച്ചാൽ മതി, പെട്ടെന്ന് വരും. ഇനി നമ്മൾ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രീം അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് വേണ്ടിയുള്ള ഈ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത് മിൽക്കിലാണ്. മിൽക്ക്, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മൾ കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ ചേർക്കുന്ന മിൽക്ക് മെയ്ഡിനോട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മധുരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സൈഡിലോട്ടും നമ്മൾ ഇട്ട് കൊടുക്കണം, സെന്ററിൽ മാത്രമായി പോകരുത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചിട്ട് അത് നമ്മൾ ഇതുപോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് നമ്മൾ താഴത്തെ ലെയർ ഒരുപാട് വെറ്റ് ചെയ്തിട്ട് അങ്ങ് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റരുത്. ജസ്റ്റ് എല്ലാ സൈഡിലും നന്നായിട്ട് വെറ്റ് ആക്കിയിടണം, അല്ലാതെ ഒരുപാട് അങ്ങ് ജ്യൂസി ആക്കി മാറ്റരുത് ഏറ്റവും താഴത്തെ ലെയർ. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രീമും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തേർഡ് ലെയർ, അതായത് നമ്മുടെ ഏറ്റവും താഴത്തെ പോർഷൻ ആണ് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് തേർഡ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും ടോപ്പ് ലെയർ നമുക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഭാഗവും നന്നായിട്ട് വെറ്റ് ആവണം. പറ്റുമെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഒരു 15 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ 2 കളറിലായിട്ട് ക്രീം എടുത്തിട്ടുണ്ട്. ഒന്നൊരു പിങ്കും അതുപോലെ തന്നെ ഒന്നും നമുക്ക് എടുത്തിരിക്കുന്ന വൈറ്റും ആണ്. വൈറ്റും പിങ്കും നമ്മൾ 2 പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിൽ ബാസ്ക്കറ്റ് നോസിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കിലേക്ക് നമുക്ക് കുറച്ച് ക്രീമും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരുപാട് ക്രീം ചേർക്കേണ്ട, കാരണം ബാസ്ക്കറ്റും ഫ്ലവറും ഒക്കെ ക്രീമിൽ വരുമ്പോഴത്തേനും നല്ല ക്രീം ആവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ക്രീമിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു ക്രംസ് ഒക്കെ നമുക്കൊന്ന് മറയത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഭയങ്കര ക്രീം ആയി പോട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാസ്ക്കറ്റ് വരച്ചു കൊടുക്കണം. ആദ്യം ഞാൻ പിങ്ക് കളർ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് മുകളിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോ പിങ്കും വൈറ്റും കൂടെ ഒരു നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് ആ ഒരു കളർ എടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് വൈറ്റ് വെച്ചിട്ട് അതിന് മേലെ കൂടെ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ബാസ്ക്കറ്റിന്റെ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മള് ഇതുപോലെ ഒന്നരവിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷെ ഞാൻ ടോപ്പിൽ വരയ്ക്കുന്നത് എല്ലാം ഒരേപോലെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇടവിട്ട് വരച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഫുള്ളായിട്ട് തന്നെ ഇത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. ബിഗിനേഴ്സിനൊക്കെ ആയാലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ ആണ്. ഒരു പാടുമില്ല കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിന്.
ഇതിന്റെ മുകളിൽ നമ്മളൊരു റോസ് ഫ്ലവർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് നമ്മൾ പെറ്റഡ് റോസ് അല്ല നമ്മളിങ്ങനെ കറക്കി എടുത്ത് വരയ്ക്കുന്ന ഒരു റോസ് ആണ്. ഈ ഒരു നോസിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റോസ് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇതാണ്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് സെന്ററിൽ ഞാൻ 2 പെറ്റൽ റോസ് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ 2 ഫ്ലവർ റെഡിയാക്കി കൊടുത്ത് വെച്ചു കൊടുക്കുകയാണ്. അത് സെന്ററിൽ ക്രീം വെച്ചിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ 2 ഷെയ്ഡിലും ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് വൈറ്റ് ആൻഡ് പിങ്ക് 2 ഷെയ്ഡിലൂടെയാണ് നമ്മൾ. അതുപോലെ തന്നെ ഫ്ലവറിലും 2 ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 2 ഷെയ്ഡും ഒരെണ്ണം നമ്മളൊരു വൈറ്റ് കളർ മാത്രമായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാമില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു റോസസ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലവും കൂടി അങ്ങ് ഫില്ലാവും. അപ്പൊ അതുപോലെ തന്നെ 2 സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ കേക്കിന്റെ പണി കഴിയാറായി. ഇനി നമുക്ക് കുറച്ച് ലീഫും കൂടെ കൊടുക്കണം. അതിനുവേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഇതിലേക്ക് നമ്മളിപ്പോ നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ നോസിൽ ഉണ്ട്, പക്ഷേങ്കിൽ ഇതിൽ ചെറിയ ലീഫ് മതിയും തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ടിപ്പ് ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറുതായിട്ടങ്ങ് ഒന്ന് കുത്തിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു ജസ്റ്റ് ലീഫായിട്ട് കിട്ടും. അപ്പൊ ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ കേക്കിന്റെ ഏകദേശം വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ്. ഇനി ഇതിൽ ചെയ്യുന്നത് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് പേര് എഴുതണം, സ്റ്റിക്ക് കുത്തണം കേട്ടോ. അപ്പൊ അത് 2 പരിപാടീസേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയാൽ അതുപോലെ തന്നെ കൂടുതൽ ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.